വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി കോർപ്പറേഷനിലും കിഴക്കമ്പലത്തും പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് രംഗത്ത്. കോൺഗ്രസ് എംപി ബെന്നി ബെഹനാനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സാബു ഉയർത്തിയിരിക്കുന്നത്. കിഴക്കമ്പലത്തെ 2020 ഭരണം അട്ടിമറിക്കാനായി UDF-ഉം LDF-ഉം ഉൾപ്പെടെയുള്ള 25 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രഹസ്യധാരണയുണ്ടാക്കിയെന്ന് സാബു എം ജേക്കബ് ആരോപിക്കുന്നു. കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിനായി ഇടത് വലത് മുന്നണികളിലെ 11 വീതം കക്ഷികളും വെൽഫെയർ പാർട്ടി, SDPI, PDP തുടങ്ങിയവയും ചേർന്ന് 25 പാർട്ടികൾ ഒരു മുന്നണിയായി മത്സരിക്കുന്നത് 2020യെ തകർക്കാനാണ് എന്ന് സാബു എം ജേക്കബ് വെളിപ്പെടുത്തി. ഈ കൂട്ടുമുന്നണിക്ക് പിന്നിൽ 3 പ്രധാന ധാരണകളാണുള്ളത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഭരണം കോൺഗ്രസിന്, അതാണ് ആദ്യത്തെ ധാരണ. ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂട്ടുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് ഭരണം കോൺഗ്രസിന് നൽകുക. ഇതിന് പ്രത്യുപകാരമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് സിറ്റിംഗ് MLAയെ വീണ്ടും വിജയിപ്പിക്കുക. 2020 ഭരണം നടത്തിയ 10 വർഷം കൊണ്ട് നീക്കിയിരിപ്പുള്ള ഏകദേശം 32 കോടി രൂപ തുല്യമായി വീതിച്ച് ഇടത് വലത് മുന്നണികൾ തുല്യമായി എടുക്കുക. ഈ കരാറിന്റെ ഭാഗമായിട്ടാണ് CPM നേതാക്കന്മാർ പോലും കിഴക്കമ്പലത്ത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നില്ല എന്നും പകരം സ്വതന്ത്ര മുന്നണി, ജനകീയ മുന്നണി തുടങ്ങിയ പേരുകളിൽ ചിഹ്നമില്ലാതെ മത്സരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MP-ആയ ബെന്നി ബെഹനാന്റെ രാഷ്ട്രീയ നിലപാടുകളെയും വ്യക്തിപരമായ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുകയും സാബു എം ജേക്കബ് ചെയ്യുകയുണ്ടായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജർമ്മനിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ബെന്നി ബെഹനാൻ ആ യാത്രയുടെ മറവിൽ കേരളത്തിലേക്ക് വിളിച്ച് പണം പിരിച്ചെടുത്തതായി സാബു ആരോപിക്കുന്നു. സ്വന്തം ഗുരുവിന്റെ രോഗാവസ്ഥയെ പോലും ചൂഷണം ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ സാബു എം ജേക്കബ് ബെന്നി ബെഹനാനെ ചിത്രീകരിക്കുന്നത്. കിഴക്കമ്പലത്ത് കോൺഗ്രസ് പാർട്ടി നശിച്ചു പോയതിന്റെ പ്രധാന കാരണം ബെഹനാന്റെ കുത്തിത്തിരിപ്പുകളാണ് എന്നും കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ഒരു മെമ്പറെ പോലും ജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തതിന് കാരണം ഇയാളാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. 2020യുടെ പഞ്ചായത്തിൽ ഇതുവരേക്കും 85 തവണ വിജിലൻസ് പരിശോധന നടത്തി. ഒരിക്കൽ പോലും 1 രൂപയുടെ പോലും അഴിമതി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അഴിമതി നടത്തിയവർക്കെല്ലാം മഞ്ഞയായി തോന്നുന്നത് പോലെയാണ് അഴിമതിയിലൂടെ മാത്രം വളർന്ന ബെന്നി ബെഹനാന് 2020യെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു. കൊച്ചിൻ കോർപ്പറേഷനെതിരെയും സാബു എം ജേക്കബ് അഴിമതി ആരോപണം ഉന്നയിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കോർപ്പറേഷനാണ് കൊച്ചി. എന്നാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ശരാശരി ഒരു വർഷം 100 കോടി രൂപയുടെയെങ്കിലും അഴിമതി കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. 5 വർഷം കൊണ്ട് ഏകദേശം 500 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനാലാണ് കുടിവെള്ളം, മാലിന്യം, ഗതാഗത കുരുക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടത് വലത് മുന്നണികൾക്ക് പരിഹാരം കാണാൻ സാധിക്കാത്തത് എന്നും അദ്ദേഹം പറഞ്ഞു. 2020യുടെ പുതിയ പദ്ധതികളും പ്രതിരോധവും തങ്ങളുടെ ഭരണത്തിനെതിരെയുള്ള ലാപ്സ് ഫണ്ട് ആരോപണങ്ങളെ സാബു എം ജേക്കബ് തള്ളിപ്പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് ട്രഷറിയിൽ പണമില്ലാത്തതിനാലാണ് പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടും ബില്ലുകൾ മാറാൻ സാധിക്കാതെ വരുന്നത്. പ്രധാനപ്പെട്ട പുതിയ പദ്ധതികളിലൊന്ന് ലോയൽറ്റി കാർഡാണ്. അടച്ചുപൂട്ടിയ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഡിസംബർ 20-ന് വീണ്ടും തുറക്കും. ഇതിനു പുറമെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്നവർക്കായി ലോയൽറ്റി കാർഡ് പദ്ധതി നടപ്പിലാക്കും. ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഗൃഹോപകരണങ്ങൾ, പെയിന്റുകൾ, ടെക്സ്റ്റൈൽസ്, ലാബുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ 25% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ഒരു കുടുംബത്തിന് പ്രതിമാസം 5000 രൂപ മുതൽ 10000 രൂപ വരെ ലാഭിക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു.